ഹലോ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ എന്റെ അടുക്കളയിൽ ഇരുന്നിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല, ബട്ട് എന്താ പറയാ, കുറച്ച് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയണം തോന്നി. ഒരുപാട് പേരുടെ മിസ്കൺസെപ്ഷൻ ഈ ഒരു വീഡിയോയോടെ മാറണം എന്ന് എനിക്കൊരു തോട്ടുണ്ട്. ഓക്കെ, സോ വലിച്ചടിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, ഞാൻ എന്തിനാണ് എന്റെ ചാനൽ തുടങ്ങിയത്, എന്താണ് മെയിൻ ആയിട്ട് എന്റെ ചാനലിലെ കണ്ടന്റ്, ഞാൻ ചെയ്യുന്ന വീഡിയോസ്, കാര്യങ്ങൾ ഒരു ചുരുക്കം പോലെ ഞാൻ പറഞ്ഞുതരാം. കാരണം ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുന്ന ഒരാൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. അതുപോലെ എന്റെ ഫുൾ വീഡിയോസ് എപ്പോഴും കാണാത്ത ഒരാൾക്കും ഈ ഒരു ഡൗട്ട് എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്റെ ചാനൽ ഞാൻ തുടങ്ങുന്നത് 2 വർഷം മുന്നെയാണ്. അറൗണ്ട് ജൂണോ ജൂലൈയോ അങ്ങനെ എന്തോ ആണ്, 2 വർഷം മുന്നെയാണ്. അതായത് എനിക്ക് 17 വയസ്സോ അങ്ങനെ എന്തോ ഉള്ളപ്പോഴാണ് എന്റെ ചാനൽ ആദ്യമായിട്ട് തുടങ്ങുന്നത്. എന്തിനാണ് തുടങ്ങുന്നത്? ഫസ്റ്റ് എനിക്ക് ഇൻഡിപെൻഡന്റ് ആവണം എന്നുള്ളൊരു തോട്ടമാണ്. അതായത് 18 വയസ്സ് ആവുന്ന ആ ഒരു സമയത്ത് എനിക്ക് എന്റെ പേരൻസിൽ ഇൻകമിന് വേണ്ടിയിട്ട്, എന്റെ പേഴ്സണൽ ചെലവിന് വേണ്ടിയിട്ട് എനിക്ക് അവരെ ഡിപ്പെൻഡ് ചെയ്യണം എന്നൊരാഗ്രഹമില്ലായിരുന്നു. അപ്പൊ ഇൻഡിപെൻഡന്റ് ആവണം എന്നൊരു തോട്ടം കൊണ്ടാണ് ഫസ്റ്റ് ആദ്യമായി ഞാൻ ചാനൽ തുടങ്ങുന്നത്. ഇനി എന്റെ കണ്ടന്റിനെ കുറിച്ച് പറയാം. എന്റെ കോണ്ടന്റ് വരുന്നത് ഒരു സ്കിൻ കെയർ ബേസ്ഡ് കോണ്ടന്റാണ്. ബ്യൂട്ടി വ്ലോഗർ എന്നൊന്നും ഞാൻ എന്നെ ഇത് പറയില്ല. ഞാൻ സ്കിൻ കെയറിന് എനിക്കറിയാവുന്ന ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്കിൻ കെയർ വ്ലോഗർ രീതി അങ്ങനെ എന്തെങ്കിലും പറയാമെന്ന് വിചാരിക്കാം. ബിക്കോസ് എന്റെ കുഞ്ഞിലേ മുതലേ ഞാൻ കണ്ടു വളർന്നത് സ്കിൻ കെയർ ആണ്. കാരണം എന്റെ അമ്മ ഒരു ബ്യൂട്ടീഷ്യനാണ്. സോ എനിക്ക് ആ ഒരു രീതിയിൽ കുറെയൊക്കെ അറിയാം. പിന്നീട് ഞാനായിട്ട് ചെയ്തിട്ടുള്ള അപ്പം എന്റെ ഫോണിന്റെ സ്റ്റോറേജ് തീരാൻ കണ്ടുപിടിച്ച സമയം ഇത് തന്നെയായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ബാലൻസ് പറയാം. അപ്പം ഈ ഒരു കാര്യം കൊണ്ടിട്ട് ഞാൻ സ്കിൻ കെയർ ആണ് എനിക്ക് കൂടുതൽ അറിയാവുന്ന ഒരു മേഖല. ഇനി മെയിൻ ആയിട്ട് എന്തിനാണ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത്? മെയിൻ ആയിട്ട് കുഞ്ഞിലേ എന്നല്ല, ഒരു സോഷ്യൽ മീഡിയ കയ്യിൽ കിട്ടിയ സമയം തൊട്ട്, അതായത് ഫോൺ കയ്യിൽ കിട്ടിയ സമയം തൊട്ട് ഞാൻ വീഡിയോസ്, ഓരോ യൂട്യൂബേഴ്സിന്റെ ഒക്കെ വീഡിയോസ് കാണുമ്പോഴും പൊതുവേ നമ്മുടെ നാട്ടിലുള്ള ഒരു സാധനത്തിന്റെ ഒരു ബേസ്ഡ് ആണ്. അതായത് നമ്മുടെ പൊതുവേ നാട്ടിലുള്ള ഒരു ബ്യൂട്ടി കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫെയർ ആയിരിക്കുക, വെളുക്കാം, എങ്ങനെ വെളുക്കാം. ഏതൊരു വീട്ടിലാണെങ്കിലും കുഞ്ഞിനെ മഞ്ഞൾ അരച്ച് തേക്കുന്നു, ഫെയർ ആൻഡ് ലവ്ലി തേക്കുന്നു. ഇവിടെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഫെയർനെസ് ക്രീമുകളുടെ ഒരു എന്താ പറയാ, ഭയങ്കരമായിട്ടുള്ളൊരു മാർക്കറ്റിങ്ങും കാര്യങ്ങളും മാത്രമേ വർക്ക് ആവുന്നുള്ളൂ. അതായത് ആൾക്കാരെല്ലാം വെളുക്കാൻ വേണ്ടിയിട്ട് ഓടുന്നു. വെളുപ്പ് മാത്രമാണ് സൗന്ദര്യം എന്നൊരു കൺസെപ്റ്റ്. സ്കിൻ കെയർ എന്ന് പറയുന്നത് തന്നെ വെളുക്കുന്ന ക്രീമുകൾ, വെളുക്കാൻ വേണ്ടിയിട്ടുള്ള ക്രീമുകൾ. ഈ ഒരു സാധനം എന്റെ ഇങ്ങനെ കണ്ട് എനിക്ക് അവസാനം ദേഷ്യം വന്നു. കാരണം എനിക്ക് നമ്മുടെ ആൾക്കാരിലോട്ട് എന്താണ് ശരിക്കുള്ള സ്കിൻ കെയർ, എന്താണ് നമുക്ക് ശരിക്കും വേണ്ടത്, എന്താണ് ബ്യൂട്ടി എന്നൊരു സാധനം നിങ്ങളുടെ തലയിൽ നിന്നുള്ളത്. ആ ഫെയർ എന്നുള്ള വാക്ക് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ വെളുപ്പാണ് സൗന്ദര്യം എന്നുദ്ദേശിക്കുന്ന സാധനം ഒന്ന് മാറ്റി റിയാലിറ്റി എന്താണെന്നുള്ളത് കാണിച്ചു തരണം എന്നുള്ളത് എന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. ഒരാൾ ഞാൻ കാരണം ആ ഒരു തോട്ടം മാറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇനി എന്താണ് സംഭവം ഞാൻ പറഞ്ഞത്. ഞാൻ ചെയ്യുന്ന, അപ്പം എല്ലാവരും ചോദിക്കും ഞാൻ ചെയ്യുന്നതും സ്കിൻ കെയർ അല്ല. ഈ സ്കിൻ കെയർ എന്ന് പറയുന്നത് ഒരിക്കലും വെളുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സാധനമല്ല. എന്റെ ഒരു വീഡിയോസിലും നിങ്ങൾക്ക് വെളുക്കാൻ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു സാധനം പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നേ വരെ ഒരു വീഡിയോസും ഇട്ടിട്ടില്ല, ഒരു പ്രോഡക്റ്റും ആ ഒരു രീതിയിൽ കാണിച്ചിട്ടുമില്ല, പ്രൊമോട്ട് ചെയ്തിട്ടുമില്ല. നിങ്ങൾക്ക് വെളുക്കാൻ ഇന്നൊരു സാധനം തരാം. ഈവൻ ഗ്ലൂട്ടാത്തയൺ ആണെങ്കിലും ഞാൻ പ്രൊമോട്ട് ചെയ്യുമ്പോഴോ കാണിക്കുമ്പോഴോ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് വെളുക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ഗ്ലൂട്ടാത്തയൺ വീഡിയോ കണ്ടിട്ട് ഗ്ലൂട്ടാത്തയൺ യൂസ് ചെയ്യാൻ പാടില്ല. ഗ്ലൂട്ടാത്തയൺ മെയിൻ ആയിട്ട് ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. സ്കിന്നെ റെജുവനേറ്റ് ചെയ്ത് സ്കിന്നിന്റെ ഹെൽത്ത് തിരിച്ചു കൊണ്ടുവരാനും നല്ല രീതിയിൽ സ്കിന്നിനെ ആക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ നീ നല്ല രീതി എന്ന് പറയുമ്പോൾ അത് വെളുപ്പായിട്ടും ചിന്തിക്കരുത്. വെളുപ്പല്ല, ഓരോരുത്തർക്കും ദൈവം തന്നിരിക്കുന്ന ഓരോ സ്കിൻ ടോണും ഉണ്ട്. അതിൻ്റെതായ രീതിയിൽ വളരെ ഭംഗിയുള്ള പല കളേഴ്സിലാണ് നമ്മളെ എല്ലാരെയും അസൈൻ ചെയ്തിരിക്കുന്നത്. ആ ഒരു കളറിനെ എങ്ങനെ വെളുപ്പിക്കാം, അങ്ങനെ ഒരു സാധനം ഒരിക്കലും ചിന്തിക്കുക പോലും ചെയ്ത്. ഓരോരുത്തർക്ക് നിങ്ങളുടെ ഭംഗി എന്താണെന്നുള്ളത് അറിയാത്തതാണ്. നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ് ഒരു സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ ഒരു തോട്ടയെ എനിക്ക് മാറ്റണം എന്നുണ്ടായിരുന്നു. വെളുപ്പല്ല സൗന്ദര്യം. ഓരോരുത്തരുടെ എന്താ പറയാ
ഈവൻ ഔട്ടർ ലുക്കും അല്ല സൗന്ദര്യം. ഞാൻ പറയുന്നത് സ്കിൻ കെയർ നിങ്ങൾക്ക് വേണം, നിങ്ങളുടെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, തന്നിരിക്കുന്ന സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്ത് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്ന അതേ സ്കിന്നിലോട്ട് കൊണ്ടുവരാം. ഈ ടാൻ മാറ്റുക അല്ലെങ്കിൽ സൺസ്ക്രീൻ ഇടുക, ടാൻ മാറ്റുക എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ടാൻ എന്ന് പറയുമ്പോൾ കറുപ്പാണ്. അപ്പൊ കറുപ്പ് മാറ്റി വെളുപ്പിക്കാനുള്ള പരിപാടിയാണ് സൺസ്ക്രീൻ, അല്ലെങ്കിൽ ടാൻ മാറ്റാനുള്ള പ്രോഡക്റ്റുകൾ എന്ന് പറയുമ്പോൾ വെളുപ്പിക്കാനുള്ള പ്രോഡക്റ്റുകളാണ്. കംപ്ലീറ്റ് നോൺസെൻസ് ആണ്. ഈ ടാനിങ് എന്ന് പറയുന്ന സ്കിന്നിന്റെ സെല്ലിന് ഡാമേജ് ആവുന്ന ഒരു പ്രക്രിയയാണ്. അതായത് വെയിലടിക്കുമ്പോഴേ പണ്ടത്തെ പോലത്തെ സൂര്യനല്ല ഇപ്പോഴത്തെ, പണ്ടത്തെ പോലത്തെ ക്ലൈമറ്റും അല്ല ഇപ്പം. പണ്ടത്തെ നമ്മുടെ ഡാമേജ് ആക്കുന്ന ഒരു സൂര്യനോ ഒന്നും അല്ലായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സൂര്യാഘാതം കണ്ടിട്ട് മരിച്ചു പോകുന്ന ആൾക്കാർ വരുന്നു. ആ സൂര്യൻ നമ്മുടെ സ്കിൻ അത്യാവശ്യം നല്ല ഡാമേജ് ആണ്, ക്യാൻസറസ് ആണ്. അപ്പൊ ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ ഒരു വാക്സിനേഷൻ പോലെ, ഒരു കോട്ടിങ് പോലെ, ഒരു റെയിൻകോട്ട് പോലാണ് നമ്മൾ സൺസ്ക്രീൻ ഇടുന്നത്. ഈ സ്കിന്നിന്റെ സെല്ലിനെ ഡാമേജ് ആവുമ്പോഴാണ് ടാനിങ് എന്നൊരു സാധനം വരുന്നത്. ഏറെക്കുറെ അങ്ങനെയാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ, ടാനിങ് അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇനി അതിനെ മാറ്റുക എന്ന് പറയുമ്പോൾ വെളുപ്പിക്കാൻ, നിങ്ങളുടെ ഉള്ള സ്കിൻ ടോണിനെ വെളുപ്പിക്കാനല്ല, നിങ്ങളുടെ ഒറിജിനൽ സ്കിൻ ടോൺ എങ്ങനെയായിരുന്നു ആ ടാൻ റിമൂവ് ആക്കി ഒറിജിനൽ സ്കിൻ ടോണിലോട്ട് കൊണ്ടുവരാം. എന്നിട്ട് നിങ്ങളുടെ ഹെൽത്തി ആയിട്ടുള്ള സ്കിന്ന് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. അതിനെ വെളുപ്പിക്കാനോ അല്ലാതെ ഒന്നുമല്ല. ഇനി ഡാർക്ക് സ്പോട്ട്, പിഗ്മെന്റേഷൻ, ആക്നി, ഇനി ഇത് ഒരു ഭയങ്കര കുഴപ്പം അല്ല. ഇള്ളത് നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം. നിങ്ങൾക്ക് ക്ലിനിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യാം, നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാം, പ്രോപ്പർ ഉള്ള സ്കിൻ കെയർ റൂട്ടീൻ വേണമെങ്കിൽ ഫോളോ ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് ഇത്രയും സമയം ഉപയോഗിച്ച് നിങ്ങളുടെ സ്കിന്നിനനുസരിച്ചുള്ളത് ഉപയോഗിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയാ, പതിയെ കൊണ്ട് നിങ്ങൾക്ക് സ്കിന്നെ ഹെൽത്തി ആയിട്ട് എടുക്കാൻ പറ്റും. ഇനി ഈ ഡാർക്ക് സ്പോട്ടും കുരുവും ഒക്കെ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമാണ്. ഞാൻ എപ്പോഴും എന്റെ വീഡിയോസിൽ പറയും, നിങ്ങൾക്ക് എല്ലാവർക്കും കുരു വരുന്ന പോലെ ഈ പറയുന്ന എനിക്കും കുരു വരും. എനിക്കും പീരിയഡ്സ് ഉണ്ടാവും, എനിക്കും ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ട്. ഈ പറയുന്ന ഓരോ സെലിബ്രിറ്റീസിനും എല്ലാവർക്കും, നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ കാണുന്ന എല്ലാവർക്കും കുരുക്കളും ഉണ്ട്, പാടുകളുണ്ട്. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ നിങ്ങൾക്ക് എന്റെ മുഖത്തുള്ള കുരു നിങ്ങൾ കാണുന്നുണ്ടോ? ഇല്ല. എന്നാൽ ഞാൻ ഫിൽട്ടർ ഇട്ടിട്ടാണോ? അല്ല. ഞാൻ എന്റെ 16 പ്രോന്റെ ഫ്രണ്ട് ക്യാമറയിലാണ് ഞാൻ ഷൂട്ട് ചെയ്യാറുള്ളത്. ഞാൻ ഇനി ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഇല്ല, ഇത് എന്റെ അടുക്കളയിലെ ലൈറ്റാണ്. ഇനി ഞാൻ ഈ ഒരു സാധനം ഒന്ന് ക്ലോസ് അപ്പിൽ വെക്കാം. എന്റെ നെറ്റിയിൽ 2-3 കുരു നിങ്ങൾ കണ്ടോ? ഓക്കെ, അപ്പം അയ്യോ, കുരു വരുന്നത് ഒരു തെറ്റല്ല. കുരു വരും, അത് പോവും, അതൊരു കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ അല്ല. അതും വേണമെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റും. അതേ കൊണ്ട് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റാൻ പറ്റും. എന്നാൽ അതൊരു തെറ്റുമല്ല. ഇനി സ്കിൻ കെയർ ചെയ്യുന്നവർക്ക് കുരു വന്നുകൂടാ, അങ്ങനെയില്ല. നമ്മള് മനുഷ്യരാണ്, പെൺകുട്ടികളാണോ ആൺകുട്ടികളാണോ, ഓരോരുത്തർക്ക് ഹോർമോൺസ് ഉണ്ട്. മനുഷ്യരായോണ്ട് കുരു വരുന്നു, അത് നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്താൽ പോവും. അല്ലാതെ പതിയെ കൊണ്ടത് പോവും. ഓക്കെ, ഇനി അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സൺസ്ക്രീനും മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞാൽ കുരു വരുന്നത് പതിയെ എന്താ പറയാ, സ്കിന്നിന് ഇപ്പൊ ഡാമേജ് കൊണ്ടാണ്, പല റീസൺസ് ഉണ്ട്. വെയിൽ കൊണ്ടാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡാമേജ് കുറയ്ക്കുമ്പോൾ ഒബ്വിയസ്ലി കുറയും. പാടുകളാണെങ്കിലും കുറയും. അതിൻ്റെതായ ഒരു സമയവും എല്ലാ കാലവും ഒക്കെ ഉണ്ട്. ഇനി മെയിൻ ആയിട്ടുള്ള ഒരു സാധനം എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്. ഈ ഒരുപാട് പേര് കാണിക്കും, ഇപ്പം നമുക്ക് ഒരു 100,000 പ്രോഡക്റ്റുകൾ വേണോ സ്കിന്ന് നല്ലതാവാൻ, അല്ലെങ്കിൽ ഇത്രയും പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നത് തെറ്റല്ലേ, പ്രശ്നമാണോ എന്നുള്ളത്. ഇനി ഇതൊരു വലിയ ടോപ്പിക്കാണ്. ഞാൻ ഇത്രയും ക്ലിയർ കട്ടായിട്ട് പറയണമെന്ന് പറയുമ്പോൾ മനസ്സിലാവണം നിങ്ങൾക്ക് എന്താണ് റിയാലിറ്റി എന്നുള്ളത്. ഇപ്പൊ എന്നെ പോലുള്ള സ്കിൻ കെയറിന്റെ സ്കിൻ കെയർ നല്ല, ഇനി ബ്യൂട്ടി വ്ളോഗേഴ്സ് ആയിക്കോട്ടെ, ഇതുപോലത്തുള്ള എന്താ പറയാ, മിക്ക കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ഒരു ലോഡ് പ്രോഡക്റ്റുകൾ ബ്രാൻഡ്സ് ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കും. ദാറ്റ് ഡസന്റ് മീൻ അതെല്ലാം പ്രൊമോഷൻ ആണെന്നല്ല. നമ്മുടെ അഡ്രസ് വൺസ് ബ്രാൻഡിന്, ഏതെങ്കിലും ഒരു ബ്രാൻഡിന് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് പ്രോഡക്റ്റുകൾ വന്നുകൊണ്ടേയിരിക്കും. എന്റെ ജോലി എന്താണ്? എന്റെ വീഡിയോസിൽ ഞാൻ ഒരിക്കലും ഒരു എന്താ പറയാ പന്ന പ്രോഡക്റ്റ് ഞാൻ അറിഞ്ഞുകൊണ്ട് വാങ്ങി അത് കൊള്ളില്ല എന്ന് ഞാൻ പറയില്ല. അതായത് എന്റെ പൈസ കൊടുത്ത് കൊള്ളില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ കൊള്ളാത്ത സാധനം വാങ്ങിച്ചിട്ട് അയ്യോ കൈസ് ഇത് കൊള്ളില്ല അങ്ങനെ പറയാം. അങ്ങേറ്റ അബദ്ധം പറ്റി ഞാനൊരു സാധനം മേടിച്ചാൽ അത് കൊള്ളാതെ പോയി കഴിഞ്ഞാൽ ഞാൻ കൊള്ളില്ല എന്ന് പറയും. അല്ലാതെ ഞാൻ നല്ല രീതിയിൽ റിസർച്ച് ചെയ്ത് നോക്കി അങ്ങനെയൊക്കെ ആയിരിക്കും ഭൂരിഭാഗം സ്കിൻ കെയർ പ്രോഡക്റ്റ്. ഇപ്പൊ ലിപ്സ്റ്റിക് മേക്കപ്പ് റാൻഡമായിട്ട് മേടിക്കുന്ന അല്ലാണ്ട് സ്കിൻ കെയർ പ്രോഡക്റ്റുകളൊക്കെ ഭൂരിഭാഗവും നല്ല രീതിയിൽ റിസർച്ച് ചെയ്ത് നോക്കി, എന്റെ പൈസ ഞാൻ കളയുന്നതാണല്ലോ, അപ്പം അങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ വാങ്ങിക്കാറുള്ളത്. അപ്പം ആ പ്രോഡക്റ്റുകൾ ഞാൻ കാണിക്കുമ്പോഴും
എന്താ പറയാ, ഞാൻ ഉപയോഗിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് നല്ലതെന്ന് തോന്നിയിട്ടാണ് ഞാൻ കാണിക്കുന്നത്, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരാൾക്ക് 100 പ്രോഡക്റ്റ്, ഒരേ പ്രോഡക്റ്റ് തന്നെ പല ബ്രാൻഡിന്റെ കാണിക്കുന്നുണ്ട്, പല കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഈ ഒരു ഡൗട്ട്, ഒരു സംഭവം എന്ന് പറയാൻ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്കിൻ കെയറിനെ കുറിച്ച് നിങ്ങൾ ഏത് ഡോക്ടറിനോടോ ആരോട് ചോദിച്ചാലും പറഞ്ഞൊരു കാര്യമാണ്, ഒരേ പ്രോഡക്റ്റ് എല്ലാവർക്കും ഒരേപോലെ സ്യൂട്ടബിൾ അല്ല. നമ്മൾ ഇത്രയും ജനങ്ങളുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോഡക്റ്റ് തന്നെ എല്ലാവർക്കും ഒരേപോലെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ബ്രാൻഡും ഒരു പ്രോഡക്റ്റും മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ഇത്രയും ബ്രാൻഡ്സും ഇത്രയും പ്രോഡക്റ്റുകളും ഒരിക്കലും ഉണ്ടാവില്ല. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ മനുഷ്യരും ഡിഫറെന്റ് ആണ്, ഡിഫറെന്റ് സ്കിന്നാണ്, ഡിഫറെന്റ് സ്കിൻ കണ്ടീഷൻസ് ആണ്. അപ്പൊ ഓരോരുത്തർക്ക് ഓരോ സ്കിൻ ടൈപ്പുമാണ്. ഓരോ സ്കിൻ ടൈപ്പിൽ തന്നെ വേരിയേഷൻസ് ഉണ്ട്. ഒരു സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് തന്നെ ഈ ഒരു സാധനം ഒരേപോലെ വർക്ക് ചെയ്യണം എന്നില്ല. പക്ഷേ സ്കിൻ കെയർ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ട്രൈ ചെയ്ത് നോക്കി അത്രയും ടൈം കൺസിസ്റ്റന്റ് ആയിട്ട്, അതായത് ഏതൊരു സ്കിൻ കെയർ പ്രോഡക്റ്റും ഏറ്റവും കുറഞ്ഞത് മിനിമം 3 to 4 months കൺസിസ്റ്റന്റ് ആയിട്ട് ആ പ്രോഡക്റ്റ് ഉപയോഗിക്കേണ്ട രീതി, വിത്ത് മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ആ ഒരു റൊട്ടീൻ ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് ആ പ്രോഡക്റ്റ് വർക്ക് ചെയ്യില്ല. ആ ഒരു രീതിയിലാണ് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെയാണ് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നത്. അത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. പലരും വിചാരിക്കുന്ന പറയുമ്പോൾ ഒരു ദിവസം ഉപയോഗിച്ചു, ഒരാഴ്ച ഉപയോഗിച്ചു, ഒരു മാസം ഉപയോഗിച്ചു, ഒരു ട്യൂബ് കഴിഞ്ഞു എന്ന് പറഞ്ഞത് വർക്ക് ചെയ്യണം എന്നില്ല. അതേപോലെ ഇത്രയും നാൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ പ്രോഡക്റ്റോട്ട് മാറുക. അങ്ങനെയാണ് സ്കിൻ കെയർ വർക്ക് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അത്രയും ടൈമും എഫേർട്ടും പൈസയും ചെലവാക്കാൻ താല്പര്യമുള്ളവർ മാത്രം സ്കിൻ കെയർ ചെയ്യാം. ഞാൻ എപ്പോഴും എന്റെ വീഡിയോസിൽ ഫുൾ വീഡിയോ കാണുമെന്ന് പറയുന്നത്, ഫുൾ വീഡിയോ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ആ പ്രോഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കേണ്ടത്, ഏത് സ്കിന്നുകാർക്കാണ്, ഏത് ഏജുകാർക്കാണ്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എത്ര നാളെടുക്കും റിസൾട്ട് കിട്ടാൻ, ഇന്നുള്ള കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എപ്പോഴും ഫുൾ വീഡിയോസിലായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരേ പ്രോഡക്റ്റ് എല്ലാവർക്കും ഒരേപോലെ സ്യൂട്ടബിൾ ആവില്ല. നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ തന്നെ എന്ന് പറയുന്നത് ഞാൻ തന്നെ ഫിഗർ ഔട്ട് ചെയ്തതാണ്. ഇപ്പം നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് പോയാലും ചിലപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ തന്നെ ട്രൈ ചെയ്ത് നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് നമ്മൾ യോജിക്കുന്ന രീതിയിൽ നമ്മൾ ഒരു സെറ്റ്, അതെങ്ങനെയാ പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല. കണ്ടുപിടിക്കണം നമുക്ക് പറ്റുന്ന ഒരു റൂട്ടീൻ നമ്മൾ കണ്ടുപിടിക്കണം. അതിന് നിങ്ങളെ മാക്സിമം എന്നെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള നോളജ് മാത്രം, ഒരു ഡോക്ടർ പറയുന്ന നോളജേ അല്ല ഞാൻ ഈ പറയുന്നത്. സാധാരണ ഒരു മനുഷ്യനെ നോർമലായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എനിക്കറിയാം. അതുകൊണ്ട് അത് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അല്ലാതെ വലിയ വലിയ സംഭവങ്ങൾ, ഇപ്പൊ ഈ സാലിസിലിക് ആസിഡ് അത് ഇത് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കത് ഭയങ്കര വലിയ സംഭവമായിട്ട് തോന്നാം. എന്നാൽ വളരെ ബേസിക് ആയിട്ട് സ്കിൻ കെയറിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണത്. അപ്പം ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോഴേക്കും അത്രയും ടൈമും പൈസയും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം സ്കിൻ കെയർ ചെയ്യുന്നത് എപ്പോഴും ജിമ്മിൽ പോകുന്ന പോലെ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉപമയാണ്, ജിമ്മിൽ പോകുന്ന പോലെ നോക്കിയാൽ മതി. ഇപ്പൊ ജിമ്മിൽ 2 ദിവസം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. നല്ല വണ്ണമുള്ള ഒരാള് ജിമ്മിൽ ഒരു 2 ദിവസം പോയി 2ാമത്തെ ദിവസം സിക്സ് കൊണ്ട് വരുമോ? ഇല്ല. അതേപോലെ കൺസിസ്റ്റന്റ് എന്നാ ജിമ്മ് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? വീണ്ടും പഴയ കോലത്തിലോട്ടാവില്ലേ? ഇതേപോലാണ് സ്കിൻ കെയറും വർക്ക് ചെയ്യുന്നത്. ഇനി സ്കിൻ കെയർ മേക്കപ്പ് ആണോ? അല്ല. സ്കിൻ കെയർ ഒരു കൈൻഡ് ഓഫ് ഒരു മെഡിസിൻ പോലാണ്. നമ്മുടെ ഡാമേജ് ആയ സ്കിന്നിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു മരുന്ന് പോലെ. ഈ മരുന്ന് പ്രിസ്ക്രിപ്ഷൻ തെറ്റി, പ്രിസ്ക്രിപ്ഷൻ എന്ന് ഞാൻ പറയുന്നത് നമ്മൾ മരുന്നിനായിട്ട് ഉപമിക്കുന്നതാണ്. ഒരു അളവുണ്ട്, ഓരോ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ഒരു അളവ്, ഒരു സമയം, ഒരു രീതി. ആ രീതിയിൽ തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും? പണി പാളും. ഓക്കെ, അതാണ് ഭൂരിഭാഗവും ഞാൻ കണ്ടോണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ നിങ്ങളൊരു പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പം എപ്പോഴും, ഇപ്പൊ ഞാനല്ല വേറെ ഈ ആരുടെ വീഡിയോ കണ്ട് നിങ്ങളൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ ഫസ്റ്റ് കാര്യം, നിങ്ങൾക്കത് വേണോ? നിങ്ങൾക്ക് ആ സ്കിൻ ഇഷ്യൂ ഉണ്ടോ? നിങ്ങളുടെ ഏജ് അതിനുള്ളതാണോ? നിങ്ങൾക്ക് എന്താ പറയാ, പ്രോഡക്റ്റ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള മൊത്തം രീതി ഗൂഗിൾ ചെയ്ത് നോക്കുക പ്രോപ്പറായിട്ട്. എന്നിട്ട് മാത്രം ഉപയോഗിക്കുന്നതിന് മുന്നേ എപ്പോഴും പാച്ച് ടെസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ചെയ്യാം. അതായത് കഴുത്തിന്റെയോ അങ്ങനെ ഭാഗത്ത് കുറച്ച് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ഒരു 2 days വെയിറ്റ് ചെയ്യുക. എന്തെങ്കിലും ഇറിറ്റേഷൻ, ചൊറിച്ചിൽ, പൊള്ളൽ, കുരുക്കൾ വരെ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടോ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ
മാത്രം ആ പ്രോഡക്റ്റ് ഉപയോഗിക്കേണ്ട രീതിയിൽ തന്നെ ഉപയോഗിച്ച് മുന്നോട്ട് കൊണ്ടുവരാം. ഇങ്ങനെയാണ് സ്കിൻ കെയറിന്റെ ഒരു സാധനം വർക്ക് ചെയ്യുന്നത്. ഇത് ഇത്തിരിയൂടെ ഇതിപ്പോ പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. ഇതാണ് ഇത്രയും നാള് ഞാൻ പല 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 കുഞ്ഞു 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 ഫുൾ വീഡിയോസിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്റെ പല വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ സ്കിന്നിനെ പറ്റിയിട്ടുള്ള ഓരോ സ്കിന്നിനകത്ത് സ്കിൻ ടൈപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഇങ്ങനെ കുറെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി. ഇത് തന്നെ ഞാൻ അത്ര പെട്ടെന്നൊന്നും മനസ്സിലാക്കി എടുത്തൊരു സാധനമല്ല. കുറെ ടൈം എടുത്ത് കുറെ ട്രയൽ ആൻഡ് എറർ കഴിഞ്ഞിട്ട് മനസ്സിലാക്കി എടുത്തൊരു സാധനം. ഈ മെയിനായിട്ട് സാധനം ഞാൻ പറഞ്ഞിട്ടെ, ഇപ്പൊ ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ ഇത്രയും പ്രോഡക്റ്റ് വരുന്നുള്ളൂ, ഞങ്ങൾക്ക് ഇത്രയും പ്രോഡക്റ്റ്, നിങ്ങൾക്ക് ഇത്രയും പ്രോഡക്റ്റ് ഒരു മനുഷ്യന് ഉപയോഗിക്കണമെന്നുള്ളത്. ഇപ്പൊ എന്റെ ഒരു ജോലി എന്ന് പറയുന്നത് ഈ പ്രോഡക്റ്റുകൾ വരുമ്പോൾ ഈ പ്രോഡക്റ്റ് റിവ്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ലതാണോ എന്ന് പറഞ്ഞു തരികയാണ് ഞങ്ങളുടെ ജോലി. എന്നാൽ ഒരു നോർമൽ ആയിട്ടുള്ള ശരാശരി മനുഷ്യന് ഏറ്റവും കുറഞ്ഞത് ഒരു 4 അല്ലെങ്കിൽ മാക്സിമം പോട്ടെ ഒരു എക്സ്ട്രാ 5, 6 അത്രയൊക്കെ പ്രോഡക്റ്റ് മാക്സിമൈസ് ചെയ്തിട്ട് ഞാൻ പറയാണ് അതിന്റെയൊക്കെ ആവശ്യമുള്ളൂ. കുറഞ്ഞത് ഞാൻ പറയാം ബേസിക് ആയിട്ടൊരു 3 പ്രോഡക്റ്റിനൊക്കെ ആവശ്യമുള്ളൂ ഒരു ബേസിക് സ്കിൻ കെയർ ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ ഞങ്ങളെ പോലത്തുള്ള ആൾക്കാർക്ക് എന്ന് പറയുമ്പോൾ ഇപ്പം സ്കിന്ന് തെകിച്ച് സ്കിന്നെ ത്യജിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതായത് നമ്മളിപ്പോ നമുക്ക് സ്കിൻ ഇഷ്യൂ വരും, ഇപ്പൊ ഒരു പ്രോഡക്റ്റ് പണി വാളാറുണ്ട്, മനസ്സിലായോ, ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് കൊള്ളാതെ വരാറുണ്ട്. അപ്പൊ ഇത് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട്, എന്നാൽ നിങ്ങൾ ഒരിക്കലും ഞങ്ങളെ പോലെ ടെസ്റ്റ് ചെയ്യണം എന്ന് പറയില്ല. അതുപോലെ ഞങ്ങളുടെ അതേ റൊട്ടീനും ഒരിക്കലും ഫോളോ ചെയ്യാനേ പാടില്ല. നിങ്ങൾക്ക് പറ്റിയുള്ള സ്കിൻ കെയർ റൊട്ടീൻ, നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള സ്കിൻ കെയർ റൊട്ടീൻ, ഇങ്ങനെ കുറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഒരുപാട് എന്താ പറയാ സെലിബ്രിറ്റീസും ഇവരൊക്കെ ഇത്രയും പ്രോഡക്റ്റുകൾ കാണിക്കുന്നു ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ അതേപോലെ കോപ്പി അടിക്കാൻ പാടില്ല. നിങ്ങൾക്ക് അത്രയും പ്രോഡക്റ്റിന്റെ ആവശ്യവും ഇല്ല, മനസ്സിലായോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റൂട്ടീൻ മാത്രം ഫോളോ ചെയ്താ ഇപ്പൊ നമ്മൾ ഡെയിലി പല്ല് തേക്കുന്ന കുളിക്കുന്ന പോലെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ശരാശരി ഒരു സാധനം, ഒരു റൂട്ടീൻ, ഒരു ഡിസിപ്ലിനും എല്ലാം ലൈഫിൽ കൊണ്ടുവരുന്ന ഒരു റൂട്ടീനാണ് സ്കിൻ കെയർ. അങ്ങനെ തന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്തു, അല്ലാതൊരു ഒബ്സഷൻ ആയിട്ടോ ഇങ്ങനെ ചെയ്യണം, സിറം ഉപയോഗിച്ചേ പറ്റും, അത് ഉപയോഗിച്ചേ പറ്റും, ഇത് ഉപയോഗിച്ചേ പറ്റും, ആ ഒരു തോട്ട് നിങ്ങളുടെ മൈൻഡിൽ നിന്ന് എപ്പോഴും കളയാം. നിങ്ങൾക്ക് നല്ല പ്രോഡക്റ്റുകൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ വീഡിയോസിൽ കാണിക്കാറാണ്. ഇനി എന്ത് കാണിച്ചാലും ഞാൻ പറഞ്ഞല്ലോ അതിന്റെ ഫുൾ വീഡിയോ ഞാൻ ഇടുന്ന കാണുക, അതുപോലെ ശ്രദ്ധിച്ച് കേൾക്കുക, ഉപയോഗിക്കേണ്ട രീതി നോക്കുക, ഗൂഗിൾ ചെയ്യുക, പാച്ച് ടെസ്റ്റ് ചെയ്യുക, പിന്നെ അതിൻ്റെതായ സമയം കൊടുത്ത് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുക. ഞാനെന്നല്ല ഇനി ആര് കാണിച്ചാലും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഡൗട്ടുകളൊക്കെ മാറിയും കരുതുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ബൈ.